ഇസ്രായേലും പലസ്തീനും ചരിത്രവും സംഘർഷവും. ലോകഭൂപടത്തിലെ ഏറ്റവും സങ്കീർണവും എന്നാൽ അത്യന്തം പ്രധാനപ്പെട്ടതുമായ ഒരു രാജ്യത്തിന്റെ ഉദയമാണ് ഇസ്രായേൽ. 1948 മെയ് 14 ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇസ്രായേലിന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ഡേവിഡ് ബെൻ ഗുരിയോൺ. ഇദ്ദേഹമാണ് ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. പുരാതന മതഗ്രന്ഥങ്ങൾ പ്രകാരം യാക്കോബിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അദ്ദേഹത്തിന്റെ വംശപരമ്പര ബനി ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നു. പുരാതന ഇസ്രായേലിന്റെ ആദ്യ രാജാവായി കണക്കാക്കപ്പെടുന്നത് ശൗൽ രാജാവാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലം ഏകദേശം BC 1021 മുതൽ 1000 വരെയായിരുന്നു. റോമൻ അധിനിവേശത്തെ തുടർന്ന് AD 70 യഹൂദർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. ഈ ചരിത്ര സംഭവം ഡയാസ്പൊറ എന്ന പേരിൽ അറിയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യഹൂദർക്കായി ഒരു സ്വന്തം രാജ്യം വേണമെന്ന ലക്ഷ്യത്തോടെ സയണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായി. 1917 ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫോർ പ്രഖ്യാപനം നടത്തി. പലസ്തീനിൽ യഹൂദർക്ക് ഒരു ദേശീയ ഭവനം സ്ഥാപിക്കുന്നതിന് ബ്രിട്ടൻ പിന്തുണ പ്രഖ്യാപിച്ചു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഈ പ്രദേശം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. ഈ കാലയളവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദർ ഇവിടെ കുടിയേറാൻ തുടങ്ങി. 1947 ഐക്യരാഷ്ട്രസഭ പലസ്തീനെ യഹൂദരാഷ്ട്രമായും അറബ് രാഷ്ട്രമായും വിഭജിക്കാൻ നിർദ്ദേശിച്ചു. യഹൂദർ ഈ പദ്ധതി അംഗീകരിച്ചെങ്കിലും അറബ് പ്രതിനിധികൾ അത് നിരസിച്ചു. 1948 ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച ഉടനെ ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. തുടർന്ന് അയൽ രാജ്യങ്ങളായ ഈജിപ്ത്, ജോർദാൻ, സിറിയ എന്നിവരുമായി യുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധത്തിലും പിന്നീട് 1967 സിക്സ് ഡേ വാർ യുദ്ധത്തിലും വിജയിച്ചതോടെ ഇസ്രായേൽ തങ്ങളുടെ അതിർത്തികൾ വികസിപ്പിച്ചു. വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവിടങ്ങൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി. ജെറുസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും പല രാജ്യങ്ങളും ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. ടെൽ അവീവ് രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക കേന്ദ്രമായി തുടരുന്നു. ഇന്ന് അയൺ ഡോം പോലുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുള്ള ശക്തമായ സൈനിക ശക്തിയാണ് ഇസ്രായേൽ. അയൺ ഡോം സംവിധാനം റോക്കറ്റ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു. പലസ്തീനിയൻ കാഴ്ചപ്പാട്. 1948 ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായതിനെ പലസ്തീനികൾ നെഖ്ബ അഥവാ മഹാദുരന്തം എന്ന് വിശേഷിപ്പിക്കുന്നു. യുദ്ധത്തെ തുടർന്ന് ഏകദേശം 7.5 ലക്ഷം പലസ്തീനികൾ സ്വന്തം വീടുകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും പുറത്താക്കപ്പെടുകയോ പലായനം ചെയ്യേണ്ടി വരികയോ ചെയ്തു. 500-ലധികം പലസ്തീനിയൻ ഗ്രാമങ്ങളും നഗരങ്ങളും നശിപ്പിക്കപ്പെടുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തു. പല കുടുംബങ്ങളും ഇന്നും അവരുടെ പഴയ വീടുകളുടെ താക്കോൽ മടങ്ങിവരലിന്റെ പ്രതീകമായി സൂക്ഷിക്കുന്നു. 1917 ബൽഫോർ പ്രഖ്യാപനത്തെ പലസ്തീനികൾ അവരുടെ മണ്ണിൽ ഒരു അധിനിവേശ നീക്കമായി കണ്ടു. 1936 മുതൽ 39 വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദ കുടിയേറ്റത്തിനും ബ്രിട്ടീഷ് നയങ്ങൾക്കുമെതിരെ പലസ്തീനികൾ വലിയ തോതിലുള്ള വിപ്ലവം നടത്തി. ഈ സമരം ചരിത്രത്തിൽ അറബ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. 1947 ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതി പ്രകാരം ബഹുമതിയായിരുന്ന അറബ് ജനതയ്ക്ക് 45% ഭൂമിയും ന്യൂനപക്ഷമായിരുന്ന യഹൂദർക്ക് 55% ഭൂമിയും നൽകിയതായി പലസ്തീനികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത് അന്യായമാണെന്ന നിലപാടിൽ അവർ പദ്ധതി നിരസിച്ചു. പലായനം ചെയ്ത പലസ്തീനികൾ ഗാസ, വെസ്റ്റ് ബാങ്ക്, ജോർദാൻ, സിറിയ, ലെബനൻ എന്നിവിടങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിലായി താമസിക്കുന്നു. മടങ്ങിവരാനുള്ള അവകാശം അഥവാ റൈറ്റ് ടു റിട്ടേൺ ഐക്യരാഷ്ട്രസഭയുടെ റെസല്യൂഷൻ 194 പ്രകാരം അംഗീകരിച്ചിട്ടുണ്ടെന്ന് പലസ്തീനികൾ വാദിക്കുന്നു. എന്നാൽ ഇസ്രായേൽ അത് അനുവദിക്കുന്നില്ല എന്നതാണ് അവരുടെ പ്രധാന പരാതി. 1967 യുദ്ധത്തിൽ വെസ്റ്റ് ബാങ്കും ഗാസയും ഇസ്രായേൽ പിടിച്ചെടുത്തതോടെ പലസ്തീനികൾ സൈനിക നിയന്ത്രണത്തിന് കീഴിലായി. പലസ്തീൻ ഭൂമിയിൽ പണിയുന്ന ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര നിയമപ്രകാരം അനിയപമാണെന്നും സമാധാനത്തിന് തടസ്സമാണെന്നും പലസ്തീനികൾ വാദിക്കുന്നു.
ഇസ്രായേലിന്റെയും പലസ്തീനിന്റെയും ചരിത്രം ഭൂമിയുടെയോ രാഷ്ട്രീയത്തിന്റെയോ മാത്രം കഥയല്ല. അതൊരു ജനതയുടെ ആത്മപരിചയത്തിന്റെ കഥയാണ്. ഒരു ഭൂമിയുടെ അവകാശവാദത്തിന്റെ കഥയാണ്. ഇന്നും തുടരുന്ന ഒരു ചരിത്ര സംഘർഷത്തിന്റെ കഥയാണ്. തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഇതുപോലുള്ള ചരിത്രപരമായ ഡോക്യുമെന്ററികൾക്കായി ഞങ്ങളെ പിന്തുടരൂ.